ചെറിയ വിഷയമല്ല. അവനവൻ കൊടുക്കാനുള്ള സകാത്ത് കൊടുക്കാതിരിക്കുന്നത്. ഇത് തന്നെയാണ് മറ്റൊരു ഹദീസിൽ കാണാം, മാ മിൻ സാഹിബി ദഹബിൻ വലാ ഫിദ്ദത്തിൻ ലാ യുദ്ദി മിൻഹാ ഹഖഹാ ഇല്ലാ ഇദാ കാന യൗമൽ ഖിയാമത്തി സഫിയതുഹു സഫാഇഹിൻ നാർ ഫഉഹ്മിയ അലൈഹാ ഫീ നാരി ജഹന്നം ഫയുഖ്വാ ബിഹാ ജംബുഹു വജബീനുഹു വൽഹുറുഹു. നേരത്തെ ഖുർആനിൽ പറഞ്ഞ കാര്യം അത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എടുത്തു പറയുകയാണ്. ഒട്ടകത്തിനെയും പശുവിനെയും ആട്ടിനെയും ഒക്കെ സകാത്ത് കൊടുക്കാനുണ്ടായിട്ട് കൊടുക്കാത്തവരെ വളരെ മിനുസമായൊരു സ്ഥലത്ത് കിടത്തിയിട്ട് ആ ജീവികൾ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയും ചവിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യലവന്റെ ശിക്ഷയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനത്തെ ഈ സകാത്ത് കൊടുക്കാതെ പണം കെട്ടിപ്പൂട്ടി വെച്ചവൻ അവനുണ്ടാകുന്ന അദാബ് അത് വളരെ ഗൗരവമുള്ളത് തന്നെ. സഹോദരന്മാരെ, അതുകൊണ്ട് സകാത്ത് കൃത്യമായി കൊടുത്തിരിക്കണം. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാനിപ്പോൾ ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. തൗഹീദ് എന്ന് പറയുന്നത് 2 ഷഹാദത്ത് കലിമയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയം മനസ്സിലുറപ്പിച്ച് വ്യക്തമായി പ്രഖ്യാപിക്കലാണ്. ഫഇൻഹും അതാഉ ലിദാലിക, അതിനവർ വഴിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളത് അവരോട് പറയണം, അന്നല്ലാഹ ഖദ് ഫറദ അലൈഹിം 5 സലവാത്തിൻ ഫിൽ യൗമി വൽ ലൈല, രാത്രിയിലും പകലിലും 5 നേരം നിസ്കാരം നിർബന്ധമുണ്ട്, അതവർ നിർവഹിച്ചേ പറ്റൂ. ഫഇൻഹും അതാഉ ലിദാലിക, അതും അവർ അംഗീകരിച്ചാൽ ഫഅലിഹും ആദേ, നീ ആ ജനങ്ങളെ പഠിപ്പിക്കണം. അന്നല്ലാഹ ഖദ് ഫറദ അലൈഹിം സദഖതൻ, അല്ലാഹു തആല ധർമ്മം അവർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. തുഖദു മിൻ അഗ്നിയാഇഹിം ഫതുറദ്ദു അലാ ഫുഖറാഇഹിം, അവരെ കൂട്ടത്തിലുള്ള ധനികന്മാരിൽ നിന്ന് സകാത്ത് വാങ്ങേണ്ടതാണ്. അത് കൊടുക്കപ്പെടേണ്ടത് ഫുഖറാക്കൾ സാധുക്കൾക്കാണ്. സാധുക്കളിലേക്ക് അത് നീക്കേണ്ടതാണ്. ഇത് അവരോട് പറയണം. അതവർ അംഗീകരിക്കാതെ ഒരിക്കലും തന്നെ ഒരു മനുഷ്യന് മുസ്ലിമായി മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ സാധ്യമല്ല. അവരുടെ സ്വത്തുക്കൾ ഏറ്റവും മുന്തിയത് പോയി നീ ഭരണാധികാരിയായ നീ പിടിച്ചേക്കരുത്. ഒരിക്കലും തന്നെ ആരെയും നീ ആക്രമിക്കരുത്, ആരെയും നീ മർദ്ദിക്കരുത്. മർദ്ദിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അത് നീ പ്രത്യേകം സൂക്ഷിക്കണേ. മാതേ ഹിജാബ്, ആക്രമിക്കപ്പെട്ടവന്റെയും അല്ലാഹുവിന്റെയും അടുക്കൽ ഒരു ഹിജാബും ഒരു മറയുമില്ലേ. അതുകൊണ്ട് ആരെയും നീ ആക്രമിക്കരുത്. അക്രമമായി നീ ആരെ മർദ്ദിച്ചാലും ആരെ വിഷമിപ്പിച്ചാലും അവന്റെ ദുആക്ക് വല്ലാത്ത ഇജാബത്താണ് മുആദേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, കൃത്യമായി അവകാശം സകാത്ത് അത് സാധുക്കൾക്ക് കൊടുക്കണമെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. സകാത്തിന്റെ മറ്റ് ചില ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഞാൻ നാളെ പറയാം. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ, എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. പ്രഗൽഭനായ ഒരു വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട അബൂ സിനാൻ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ സമീപത്ത് കുറെ താബീകളായ ആളുകൾ അബൂ സിനാൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനായ ഒരു വ്യക്തിയാണ്. അബൂ സിനാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ചെന്നപ്പോ ബഹുമാനപ്പെട്ടവരുമായി കണ്ട് സംസാരിച്ചു. മഹാന്മാരെ കാണാൻ പോവുക എന്നത് സൽക്കർമ്മങ്ങളിൽപ്പെട്ടതാണ്. മഹാന്മാരെ സന്ദർശിക്കുക എന്നത് പുണ്യകർമ്മമാണ്. മഹാന്മാരുടെ മുഖത്ത് നോക്കുക എന്നത് തന്നെ പുണ്യകർമ്മമാണ്. കഅബത്തിലേക്ക് നോക്കൽ പുണ്യകർമ്മമാണ്. അതുപോലെ സഹോദരന്മാരെ മുസ്ഹഫ് തുറന്നു നോക്കുന്നത് പുണ്യകർമ്മമാണ്. മഹാന്മാരെ മുഖത്ത് നോക്കൽ പുണ്യകർമ്മമാണ്. അബൂ സിനാൻ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി പോയ ആളുകൾ സന്ദർശനത്തിൽ ഇരുന്ന് മഹാനവറുകളുമായി കുറെ നേരം സംസാരിച്ചു. സംസാരത്തിനിടയിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരാളുടെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്. ആ മരിച്ച മനുഷ്യന്റെ സഹോദരനെ നമുക്ക് പോയിട്ടൊന്ന് കണ്ണോക്ക് കാണാൻ വേണ്ടി പോകണം.
കണ്ണോക്കിനു വേണ്ടി ബഹുമാനപ്പെട്ടവരുടെ കൂടെ താബീങ്ങളായ മഹാന്മാരും കൂടെ അങ്ങ് പോയി. അവരവിടെ ചെന്നു നോക്കുമ്പോൾ അദ്ദേഹം വല്ലാതെ പൊട്ടിക്കരയുകയാണ്, വല്ലാത്ത കരച്ചില് കരയുകയാണ്. മുഹമ്മദ് ബിൻ യൂസുഫുൽ ഖർബാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഞങ്ങളവിടെ ചെന്ന് നോക്കുമ്പോൾ ഇയാളുടെ കരച്ചില് കണ്ടപ്പോൾ ഞങ്ങൾ കുറെ സമാധാനിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. പക്ഷെ അദ്ദേഹത്തിന് അതാ നിൽക്കുന്നില്ല, പിന്നെയും പൊട്ടിപ്പോകുന്നു. അദ്ദേഹത്തിന്റെ കരച്ചിലിങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അമാതഅലം അന്നൽ മൗത സബീലുൻ ലാ ബുദ്ദ മിൻഹു, മരണം ആർക്കും സംഭവിക്കുന്നതല്ലേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിൽക്കാതെ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ബലാ, മരണം എല്ലാവർക്കും സംഭവിക്കുന്നത് തന്നെ. വലാകിന്ന ബികി അലാ മാ അസ്ബഹ വ അംസാ ഫീഹി അഖീ, ഞാൻ കരയുന്നതിന്റെ സഹോദരൻ മരിച്ചതിന്റെ പേരിലല്ല, എന്റെ സഹോദരൻ ഖബറിൽ വെച്ച് അനുഭവിക്കേണ്ടി വരുന്ന അനുഭവങ്ങൾ ഓർത്തിട്ട് എനിക്ക് തീരെ സമാധാനമില്ല. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയുമോ? ഖബറിൽ വെച്ച് നടന്ന വിഷയം നിങ്ങളെങ്ങനെ പറയുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ മറഞ്ഞ കാര്യം മറിഞ്ഞതല്ല. ഖബറിൽ ഞാൻ എന്റെ സഹോദരനെ മറമാടിയതിനു ശേഷം, നന്നായി മണ്ണ് തട്ടിയതിനു ശേഷം, ജനങ്ങളെല്ലാം പിരിഞ്ഞുപോയതിനു ശേഷം ഞാനൊരല്പസമയം എന്റെ സഹോദരന്റെ ഖബറിലിരുന്നു. അപ്പോൾ ഖബറിൽ നിന്ന് ഞാനൊരു ശബ്ദം കേട്ടു, أفردوني وحيدا أقاسي العذاب قد كنت أصوم قد كنت أصلي. എന്താണ് വല്ലാത്ത വേദന തന്നെ, വല്ലാത്ത വേദനയും വിഷമവും തന്നെ. എന്നെയും മറമാടി ജനങ്ങളൊക്കെ പിരിഞ്ഞുപോയല്ലോ. ഞാൻ നന്നായി നിസ്കരിച്ചവനല്ലേ, ഞാൻ നന്നായി നോമ്പെടുത്തവനല്ലേ. എന്റെ സഹോദരന്റെ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല, ഞാനും കരഞ്ഞുപോയി. എന്റെ മനസ്സിൽ തോന്നി, മണ്ണൊന്ന് നീക്കിയാലോ. ഖബറിന്റെ മണ്ണ് ഞാൻ മെല്ലെ മെല്ലെ നീക്കി അദ്ദേഹത്തിന്റെ അവസ്ഥയൊന്ന് കാണണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഖബറിന്റെ അടുക്കേക്ക് അവസ്ഥ നോക്കാൻ വേണ്ടി ഞാൻ ഖബർ മെല്ലെ ഒന്ന് തുറന്നപ്പോ ഖബർ മുഴുവനും തീയാൽ കത്തുന്നു. ആ തീ കത്തുന്നത് കാണുന്ന ഞാൻ, കഴുത്തിൽ നിന്നാണല്ലോ തീ വരുന്നത്, കഴുത്തിലെ ദൂരെ തീ കഷ്ണം അടിയിക്കപ്പെട്ടത് ഞാൻ കാണുന്നു. എന്റെ സഹോദരനോടുള്ള എന്റെ രക്തബന്ധമില്ലേ, എന്റെ രക്തം തന്നെയല്ലേ. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വല്ലാത്ത അലിവ് തോന്നി. അദ്ദേഹത്തിന്റെ കഴുത്തിൽ നിന്ന് പെട്ടെന്ന് അതൊന്നെടുത്ത് നീക്കണമെന്ന് തോന്നി. ഞാൻ എന്റെ കൈയൊന്നങ്ങ് നീട്ടിപ്പോയി. എന്റെ വിരലുകളും കൈകളും കത്തിക്കരിഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് അതുവരെ തുണിയുടെ ഉള്ളിൽ മറച്ചു വെച്ചിരുന്ന അദ്ദേഹത്തിന്റെ കൈ പെട്ടെന്ന് തുണി നീക്കിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങ് കാണിച്ചു തന്നു. കൈ കത്തിക്കരിഞ്ഞത് ഞങ്ങളും അനുഭവിച്ചു കണ്ടു. ഉടനെ തന്നെ അദ്ദേഹം അതാ പറയുന്നു, മണ്ണും അവിടെ തട്ടി ഞാൻ തിരിച്ചു വന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, വല്ലാത്തൊരവസ്ഥ തന്നെ. ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, മുഹമ്മദ് ബിൻ യൂസുഫുൽ ഖർബാനി തങ്ങൾ പറയുന്നു, ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തായിരുന്നു നിങ്ങളുടെ സഹോദരന്റെ അവസ്ഥ? അദ്ദേഹം പറഞ്ഞു, നല്ല മനുഷ്യൻ, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സൽക്കർമ്മങ്ങളുണ്ട്, പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ സകാത്ത് കൊടുത്തിരുന്നില്ല. അപ്പോഴല്ലേ ഞങ്ങൾ അവിടെ വെച്ച് ഖുർആനിലെ ആയത്ത് ഓതി,
تحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطبقون ما بخلوا به يوم القيامة. الله പറഞ്ഞതല്ലേ നമ്മൾ കൊടുത്തത് ആ കൊടുത്തതിൽ ചെലവഴിക്കേണ്ടത് ചെലവഴിക്കാതെ ദുഃഖതയോടെ കെട്ടിപ്പൂട്ടി വെക്കുന്ന ജനങ്ങൾ അതവർക്ക് ഹൈറാണെന്ന് ധരിച്ചു പോകണ്ട, അതവർക്ക് കടുത്ത നാശമാണ്. അവർ യുക്തതയോടെ കെട്ടിപ്പൂട്ടി വെച്ചതില്ലേ അത് ഖിയാമനാളിൽ അവരുടെ കഴുത്തിൽ അണിയിക്കപ്പെടുന്ന തീയിന്റെ ആഭരണമാണ്. ഓ സഹോദരന്മാരെ, എന്ത് തന്നെ സമ്പാദിച്ചിട്ടെന്താണ്, നീ എത്ര വലിയ മാളിക പണിതുണ്ടാക്കിയാലും, എത്ര വലിയ എസ്റ്റേറ്റുകൾ സമ്പാദിച്ചാലും, എത്ര വലിയ ബിൽഡിങ്ങുകൾ പണിതുയർത്തിയാലും, എത്ര തന്നെ കൃഷികൾ ഉണ്ടായിരുന്നാലും, എത്ര പൊന്നും പണവും നിനക്കുണ്ടായിരുന്നാലും, ഒരു ദിവസം മുഴുവനും വിട്ടുകൊണ്ട് വെറും 3 തുണിയും കൊണ്ട് യാത്ര പോകണ്ടേ എനിക്കും നിങ്ങൾക്കും. ഒരല്പം പരുത്തിയല്ലാതെ തുണിയല്ലാതെ ഒന്നും നമുക്ക് കിട്ടുന്നില്ലല്ലോ. ഖബറിൽ പോയി കിടക്കേണ്ടതില്ലേ? മഹ്ശറയിൽ നമ്മോട് ചോദ്യമില്ലേ? ചോദിക്കട്ടെ, പോകുന്ന സ്ഥലത്തേക്ക് സമ്പാദിക്കുന്നതിന് പകരം, പോകുന്ന സ്ഥലത്തേക്ക് ആവശ്യമുള്ളത് തയ്യാറാക്കുന്നതിന് പകരം കുറഞ്ഞ കാലം ഏതെങ്കിലും നിലയ്ക്ക് ജീവിച്ച് ഭരിക്കുന്ന ഇത്താഴ്ത്ത ലോകത്തിന് പൂജയും നൽകിയിട്ട് ജീവിക്കാമോ നമുക്ക്? ആഖിറം ചിന്തിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കണേ കച്ചവടക്കാരേ, മുതലാളിമാരേ. അത്താജിറു സാദിഖുൽ അമീർ, സത്യം പറഞ്ഞ് ബിസിനസ് നടത്തുന്നവൻ, അതുപോലെ കൊടുക്കേണ്ടത് കൊടുത്തു വീട്ടിക്കൊണ്ട് ബിസിനസ് നടത്തുന്നവൻ, അമാനത്തോടുകൂടെ അതാ ബിസിനസ് നടത്തുന്നവൻ. അവൻ അമ്പിയാക്കളുടെ കൂടെയും സുഹദാക്കളുടെ കൂടെയും ഔലിയാക്കളുടെ കൂടെയും അത്തരം മുതലാളിമാർക്ക്, അത്തരം ബിസിനസ്സുകാർക്ക് സ്ഥാനമുണ്ട് കേട്ടോ. പക്ഷേ ഏത് കാര്യങ്ങളും ചെയ്യുന്നത് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാകണം. ഒരിക്കലും പാവപ്പെട്ടവന്റെ ഹക്ക് നമ്മളെ കൈവശത്തിൽ വെച്ച് കൂടരുത്. ഒരിക്കലും കൊടുക്കേണ്ടതിന് കൊടുക്കാതെ നമ്മൾ കെട്ടിപ്പൂട്ടി വെക്കരുത്. എത്ര നിങ്ങൾ കൊടുക്കുന്നുണ്ടോ പകരം കൊടുക്കാൻ റബ്ബിന് തടുക്കലില്ലേ? നമ്മൾ എത്ര തന്നെ വെള്ളം കോരിയെടുക്കുന്നുണ്ടോ അത്രയും കിണറ്റിൽ ഉറന്നുകൊണ്ടിരിക്കുന്നില്ലേ? അതേ സമയത്ത് കോരിയെടുക്കാത്ത കിണറ്റിൽ ദിവസേന വെള്ളം കൂടുന്നില്ലല്ലോ. അതുകൊണ്ട് കൊടുക്കുന്നവന് കൊടുക്കാൻ റബ്ബിന്റെ ഖജനാവിലില്ലേ? അത് കണക്കിലെടുത്ത് കൊടുക്കാൻ തയ്യാറാകണമെന്ന് സർവ്വ ബിസിനസ്സുകാരോടും മുതലാളിമാരോടും ഉണർത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽമലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസിനെ ദുആ കിതാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. എല്ലാവരും 3 സ്വലാത്ത് ചൊല്ലണം. നമ്മുടെ വഅദ് നാളെയും മറ്റന്നാളും കൂടി ഉണ്ടാകും. മറ്റന്നാൾ ഇൻഷാ അല്ലാഹ് ദിക്ർ ഹൽഖയും കൂടി ഉണ്ടാകുന്നതാണ്. അതിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫി തങ്ങളും മറ്റ് സയ്യിദന്മാരും ഒക്കെ പങ്കെടുക്കുന്നുണ്ടെന്ന് കൂടി അറിയിക്കുന്നു. ബീരാൻ നമ്മുടെ ഈ വേളിന്റെ സദസ്സിൽ വന്ന എന്റെ ഒരു എളിയ സുഹൃത്താണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ശരീരത്തിന് പൂർണ്ണമായ ആരോഗ്യം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. മരിച്ചുപോയ ബാപ്പയുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിനും നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അത് പറയുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ലാഹു ജല്ല ജലാലുഹു അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും നൽകുകയും അദ്ദേഹത്തിന്റെ അമലുകൾ അല്ലാഹു ഖബൂൽ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അദ്ദേഹം ഇന്നിവിടെ നമ്മുടെ വഅദിന്റെ സദസ്സിൽ വന്നതാണ്. അദ്ദേഹം ഒരു ലോഡ് കല്ല് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഇനി മറ്റുള്ളവരും അതിനോട് തുടർന്ന് അവരവരെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യണം എന്ന് ഉണർത്തുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ അതിനുവേണ്ടി കുറെ പറഞ്ഞ് നേരം പൊക്കാനൊന്നും ഇല്ല. എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്നത് കൊടുക്കണം. ഒരു സഹോദരി ഇപ്പോൾ കാതിലെ എന്തായാലും പറയാ, കാതിലാണ്
കാതില കൊടുത്തയച്ച് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. സഹോദരിമാർ അങ്ങനെ വളരെ നേരത്തെ തന്നെ അത്തരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. എനിക്ക് എപ്പോഴും തലചുറ്റലാണ്, സുഖമാവാൻ ദുആ ചെയ്യണം. എന്റെ ഭർത്താവിന്റെ മോശമായ സ്വഭാവങ്ങളും മോശമായ കൂട്ടുകെട്ടുമൊക്കെ അത് നന്നായി കിട്ടണം എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ സ്ത്രീയുടെ എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അതുപോലെ അവരുടെയോ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും സ്ത്രീകളുടെയോ ഭർത്താക്കന്മാർ അവർക്ക് എന്തെങ്കിലും ദുസ്വഭാവങ്ങളോ മോശമായ കൂട്ടുകെട്ടുകളോടെങ്കിൽ നീ അത് നീക്കം ചെയ്ത് അവർക്ക് നല്ലവരോട് കൂട്ടുചേരാൻ ഭാഗ്യം നൽകണം റഹ്മാനെ. എത്ര ഉറുപ്പിക വരും ചെങ്കല്ലിനും മറ്റേ കല്ലിനും ചോദിച്ചുകൊണ്ടായിരിക്കും. ചെങ്കല്ല് ഒരു ലോഡിന് 5400 ഉറുപ്പിക വരും, ബോളറിന് 1800 ഉറുപ്പിക വരും, ചെങ്കല്ല് ഒന്നിന് 18 ഉറുപ്പിക വരും എന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അവരവരുടെ കഴിവനുസരിച്ച് എല്ലാവർക്കും ചെയ്യാം. ഇപ്പോൾ ദുആ ചെയ്യുന്നു. 45 വയസ്സിനിടയിൽ ഉസ്താദ് പറഞ്ഞതുപോലത്തെ ഒരു നിസ്കാരവും നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭക്തിയോടെ നിസ്കരിക്കാനും തഹജ്ജുദ് നിസ്കരിക്കാനും തൗഫീഖിന് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിൽ പലർക്കും ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവുകയില്ല. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ വിശദീകരിച്ചത് നമ്മൾ വിശദീകരിച്ച് പറഞ്ഞു. ഇനി ആ രൂപത്തിൽ ചെയ്യാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടുകൂടി അള്ളാഹുവിനോട് അതിന്റെ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ദിവസം 2 ഉള്ളൂ. വിഷയം ഇനിയും 2, 3, 4 വിഷയം പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും വാക്കുകളും നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വിവാഹപ്രായമെത്തിയ 3 പെൺകുട്ടികൾക്ക് അനുയോജ്യമായ ഭർത്താക്കളെ കിട്ടാൻ ദുആ ചെയ്യാൻ പറഞ്ഞ അല്ലാഹുവേ, ആ പെൺകുട്ടികൾക്ക് ഖൈറായ ഭർത്താക്കന്മാരെ നീ എളുപ്പമാക്കണം റഹ്മാനെ. ജോലി സംബന്ധമായ പ്രശ്നത്തിൽ കോടതിയുടെ അനുകൂല വിധി നടപ്പിലായി കിട്ടാൻ ദുആ ചെയ്യാൻ ഒരു പ്രവർത്തകൻ പറഞ്ഞ അല്ലാഹുവേ, അവർക്ക് നീ ഖൈറായ വിധി നൽകണം റഹ്മാനെ. ജോലിയിൽ പ്രവേശിച്ച് 3 കൊല്ലമായി അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന സംഭാവന കൊടുത്തയച്ചവർക്ക് നീ അംഗീകാരം നൽകണം റഹ്മാനെ. അതുപോലെ ബിസിനസ് നടത്തുന്നതിനിടയിൽ വലിയ തുക 10 ലക്ഷം ഉറുപ്പിക സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയാക്കി ഒരാൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഖത്തറിലാണ്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ബിസിനസ് നീ ഖൈറായ നിലയ്ക്ക് പ്രയോഗിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ 8 ലക്ഷത്തോളം ഉറുപ്പിക സംഭാവനയും നേർച്ചയുമായി തരാമെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ, അദ്ദേഹത്തിന്റെ ബിസിനസ്സും നീ ഖൈറായ വഴിയിൽ പെട്ടെന്ന് തന്നെ നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. അതുപോലെ കടയിൽ ബലദിയുടെയും മറ്റും പ്രശ്നം കൊണ്ട് വളരെ വിഷമം പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ആ പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഭർത്താവിന് ഖത്തറിൽ വിസ അടിച്ചിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, രോഗങ്ങൾ മുഴുവനും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. വിദേശത്തുള്ള എല്ലാവർക്കും നീ ഖൈറായ നിലക്ക് അവരുടെ വഴികളൊക്കെ വിസയും മുഖാമയും ഒക്കെ നീ എളുപ്പമാക്കണം റഹ്മാനെ. മകൾക്ക് 8 വയസ്സ് തൊണ്ടയ്ക്ക് ചെറിയ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. കുട്ടി പേടിച്ച് കരയുന്നു. സലാമത്താകാൻ ദുആ ചെയ്യണം. 500 ഉറുപ്പിക. അല്ലാഹുവേ, ആ കുട്ടിയുടെ രോഗം വളരെ പെട്ടെന്ന് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. പരീക്ഷയിൽ വലിയ മാർക്കോടെ ജയിക്കാൻ ഒരു വിദ്യാർത്ഥി, അല്ലാഹുവേ, ആ കുട്ടിക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ മക്കൾക്കൊക്കെയും ഈ പരീക്ഷയിൽ നല്ല വിജയം നൽകണം റഹ്മാനെ. സഹോദരന് കാലുവേദന കൊണ്ട് ഗൾഫിൽ നിന്നൊരു കാലുവേദനയായിരുന്നു വന്നത്, ഇപ്പോൾ പഴുപ്പാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹുവേ, നീ പ്രത്യേകമായി അദ്ദേഹത്തിന്റെ രോഗം സുഖപ്പെടുത്തണം റഹ്മാനെ. വളരെ സ്നേഹിക്കുകയും വളരെയേറെ സഹായിക്കുകയും ചെയ്യുന്ന ഒരാൾ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൽ, റബ്ബേ നിനക്കറിയും, അദ്ദേഹം രോഗത്തിലായി ആശുപത്രിയിൽ കിടക്കുന്നു. അദ്ദേഹത്തിന്റെ കാലിന്റെ പഴുപ്പ് വളരെ പെട്ടെന്ന് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഞങ്ങളുടെ സൂഫി ഹാജിയും പോക്കർ ഹാജിയും ഒക്കെ രോഗമുള്ളവരുണ്ട് റബ്ബേ, അവരുടെയൊക്കെ രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനെ. ഇവിടെ ഇതിന്റെ ചുറ്റുഭാഗത്ത് ആരോഗ്യമില്ലാത്ത പലരും ദുആ ചെയ്യാൻ പറഞ്ഞവരുടെയൊക്കെ രോഗം സുഖപ്പെടുത്തണം റഹ്മാനെ. മരിച്ചുപോയവരുടെ ഖബറുകൾ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. സിറാജുൽ ഹുദ എന്ന സ്ഥാപനം ഇന്ന് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു അഭയകേന്ദ്രമായി തന്നെ നിലനിൽക്കുകയാണ്. ദിനേന എത്രയോ ആളുകൾ നേർച്ചകളും സംഭാവനകളുമായി ഈ സ്ഥാപനത്തിലെത്തുകയും അവർക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വലിയ വലിയ അത്ഭുതകരമായ ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് അറിയപ്പെട്ട ഒരു വസ്തുതയാണ്. സിറാജുൽ ഹുദയുടെ കീഴിൽ ഏകദേശം 6000-ഓളം വിദ്യാർത്ഥികൾ വിവിധ സ്ഥാപനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 400-ലധികം സ്റ്റാഫുകൾ സിറാജുൽ ഹുദയുടെ കീഴിൽ അധ്യാപന രംഗത്തും മറ്റുമായി സേവനം ചെയ്യുന്നുണ്ട്. എല്ലാവരും
ആത്മാർത്ഥമായ സേവനങ്ങൾ അർപ്പിക്കുകയും വിദേശ നാടുകളിലുള്ള നല്ലവരായ പ്രവർത്തകന്മാരും ഉദാരമതികളും നമ്മുടെ നാട്ടിൽ നിന്ന് പോയി അധ്വാനിക്കുന്നതിനിടയിൽ അവരാൽ കഴിയുന്ന സംഭാവനകൾ, സഹായങ്ങൾ സ്വരൂപിച്ച് എത്തിച്ചു തരുന്നു.